തലയിലെ മഞ്ഞത്തൊപ്പിയുമായിട്ട് റോന്ത് ചുറ്റുന്നവര്, മഞ്ഞയുടെ പത്രാസ് ഇല്ലാതെ മഞ്ഞിൻ കൂട്ടത്തിന് ഇടയിലൂടെ നീങ്ങുന്നവര്, അങ്ങനെ ഇത്തിരി കുഞ്ഞന്മാർ മുതല് രാജാക്കന്മാർ വരെയുണ്ട് ഈ പെൻഗ്വിൻ എന്ന് പറയുന്ന കൂട്ടത്തിൽ അല്ലെ. ശരിക്കും പറഞ്ഞാല് കരയിലെ പാണ്ട കുഞ്ഞന്മാരെ പോലെ തന്നെയാണ് ഈ പെൻഗ്വിനുകള്. നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ശരീരമൊക്കെ ആയിട്ട് എന്ത് ഭംഗിയാണല്ലോ ഇവന്മാരെ കാണാനായിട്ട്. ഇങ്ങനെ തത്തിയുള്ള നടത്തമൊക്കെ കാണുമ്പോൾ കോരിയെടുക്കാനായിട്ട് തോന്നും. എന്തായാലും ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് ഈ ഇത്തിരി കുഞ്ഞന്മാരുടെ കാര്യം തന്നെയാണ് കേട്ടോ. സാധാരണയായിട്ട് പെൻഗ്വിനുകൾക്ക് ശരീരത്തിന്റെ പുറം ഭാഗം കറുപ്പും നെഞ്ചുൾപ്പെടെയുള്ള മുൻഭാഗത്ത് വെളുത്ത നിറവുമായിരിക്കും അല്ലെ. എന്നാൽ ഈ ശരീരത്തിലെ പിഗ്മെന്റിന്റെ കുറവ് മൂലം മഞ്ഞ നിറത്തിലും വെളുത്ത നിറത്തിലും പെൻഗ്വിനുകളെ കാണാറുണ്ട്. ല്യൂസിസം എന്നാണ് ഈ അവസ്ഥയുടെ പേര്. ഈ അവസ്ഥയുടെ നേരെ എതിരായിട്ടുള്ള അവസ്ഥയാണ് മെലാനിസം എന്ന് പറയുന്നത്. പിഗ്മെന്റ് അളവിൽ കൂടുതൽ ശരീരത്തിൽ ഉണ്ടാകുന്നത് കാരണം പൂർണ്ണമായിട്ടും കറുപ്പ് നിറത്തില് മെലാനിസം ഉള്ള പെൻഗ്വിനുകൾ കാണപ്പെടും. ഇത്തരത്തിലൊരു പെൻഗ്വിനെ അന്റാർട്ടിക്കയിലെ റോഞ്ച് ദ്വീപില് കഴിഞ്ഞ ദിവസം ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ്. ഗെഞ്ചു എന്ന ഇനത്തിലുള്ള ഒരു പെൻഗ്വിൻ കുഞ്ഞാണിത്. കറുപ്പും വെളുപ്പും ചേർന്ന ശരീര നിറം പെൻഗ്വിനുകൾക്ക് വേട്ടക്കാരായ ജീവികളിൽ നിന്ന് ഒരു മറവ് നൽകാറുണ്ട്. എന്നാൽ മെലാനിസം ബാധിച്ച പെൻഗ്വിനുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. അതിനാൽ തന്നെ വേട്ടക്കാരുടെ നിരന്തര ഭീഷണി ഇവർക്ക് മേലുണ്ട് എന്ന് ഗവേഷകർ പറയുന്നുണ്ട്. അന്റാർട്ടിക്കയിലെ പ്രശസ്ത ഇനമായ ഗെഗ്നുവിന്റെ കണക്കുകൾ നിജപ്പെടുത്തുന്നതായിട്ട് ഓഷ്യാനൈറ്റ്സ് INC എന്ന US സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഗവേഷണത്തിലെ പര്യവേഷകരാണ് കറുത്ത നിറമുള്ള പെൻഗ്വിനെ കണ്ടെത്തിയത്. അന്റാർട്ടിക്കയിൽ തന്നെയുള്ള അഥേലി, ചിൻസ്ട്രാപ്പ് പെൻഗ്വിൻ ഇനങ്ങളെക്കാളും ശാന്ത സ്വഭാവം പുലർത്തുന്ന പെൻഗ്വിൻ ഇനങ്ങളാണ് ഗിൻചു എന്ന് പറയുന്നത്. അന്റാർട്ടിക്കയുടെ പരിസ്ഥിതിയുമായിട്ട് വളരെയേറെ ഇഴുകിച്ചേർന്ന ജീവാംശമായതിനാൽ തന്നെ ഇവയുടെ എണ്ണം കണക്കാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.